വാർത്തകൾ തുടരുന്നു. ആർഎസ്എസിനെയും കേന്ദ്ര സർക്കാരിനെയും കടന്നാക്രമിച്ച് ലോക്സഭയിൽ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഭരണഘടനയിൽ ഇന്ത്യയെക്കുറിച്ച് ഒന്നുമില്ല എന്ന് സവർക്കർ പറഞ്ഞതിനെ ബിജെപി നേതാക്കൾ പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചു. ഭരണഘടനയല്ല മനുസ്മൃതിയാണ് പിന്തുടരേണ്ടത് എന്നും സവർക്കർ പറഞ്ഞുവെന്നും രാഹുൽ ഗാന്ധി. Mr. Savarkar has clearly stated in his writings that there is nothing Indian about our constitution. He has clearly stated that the book India is run by should be superseded by this book. രാഹുലിന്റെ പ്രസംഗത്തിനെതിരെ ബിജെപി നേതാക്കൾ രംഗത്ത് വന്നു. ഭരണഘടനയെ അട്ടിമറിച്ചവരാണ് കോൺഗ്രസ് എന്നതാണ് വിമർശനം. इस हाउस में मैं बहुत ईमानदारी से बोलना चाहता हूं, 550 से ऊपर रियासतें थी, सबको सरदार पटेल ने हैंडल किया, सब भारत में मिल गए, एक को नेहरू जी ने हैंडल किया, बाद में नरेंद्र मोदी को ठीक करना पड़ा. यह है कि भारत के आम इंसान को, आम नागरिक को भारत की नीति तय करने का अधिकार देना. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട്. ബൽറാം, അല്പസമയത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിൽ സംസാരിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി അതിരൂക്ഷ വിമർശനം കേന്ദ്ര സർക്കാരിനെതിരെ ഉന്നയിക്കുമ്പോൾ എന്തായിരുന്നു ബിജെപി നേതാക്കളുടെ പ്രതികരണം? ഒപ്പം തന്നെ എന്താണ് ഇന്ന് സഭയിൽ സംഭവിച്ചത്? പ്രവിത, രാഹുൽ ഗാന്ധി തന്റെ ചെറിയ ഒരു പ്രസംഗമാണ് ഈ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ നടത്തിയത്. അതിൽ പ്രധാനമായും ബിജെപിക്കെതിരെ അദ്ദേഹം ഉന്നയിക്കുന്ന സ്ഥിരം ആരോപണങ്ങൾ അത് മറ്റ് വാചകങ്ങളിൽ അദ്ദേഹം ഉന്നയിക്കുകയായിരുന്നു. സവർക്കർക്കെതിരായ വിമർശനം, ഒപ്പം തന്നെ ഈ സഭാ കാലയളവിൽ ഉന്നയിച്ച അദാനി കോഴ, കൂടാതെ സമ്പൽ സംഘർഷം, ഹത്രാസ് വിഷയം, മണിപ്പൂർ സംഘർഷം അടക്കമുള്ള വിഷയങ്ങൾ മുൻനിർത്തി തന്നെയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം എന്നുള്ളത്. അദ്ദേഹം ഏകലവ്യന്റെ കഥ പറഞ്ഞുകൊണ്ടാണ് ഈ കാര്യങ്ങളെ ബന്ധിപ്പിച്ചത്. ഒപ്പം തന്നെ ജാതി സെൻസസ് എന്ന കോൺഗ്രസിന്റെ പ്രഖ്യാപിത ലക്ഷ്യം അത് എന്തു വന്നാലും നടപ്പാക്കുമെന്ന പ്രഖ്യാപനവും അദ്ദേഹം നടത്തി. അതേസമയം രാഹുൽ ഗാന്ധിക്കെതിരെ പ്രതിരോധം തീർത്തത് പ്രധാനമായും ഇന്ദിരാഗാന്ധിയുടെ പേരുപയോഗിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് അടിയന്തരാവസ്ഥ നടപ്പാക്കിയതിലൂടെ ഭരണഘടനയെ അട്ടിമറിക്കുകയാണ് കോൺഗ്രസ് സർക്കാർ ചെയ്തത് എന്ന വിമർശനമാണ് ബിജെപി ഉന്നയിച്ചത്. ബിജെപിയുടെ പ്രധാനപ്പെട്ട രണ്ട് നേതാക്കൾ രവിശങ്കർ പ്രസാദ്, ഒപ്പം തന്നെ അനുരാഗ് താക്കൂർ എന്നിവർ രണ്ടുപേരും ഭരണഘടന മുൻനിർത്തി അടിയന്തരാവസ്ഥ പ്രധാന ആയുധമാക്കി ഗാന്ധി കുടുംബത്തെയും കോൺഗ്രസിനെയും ആക്രമിക്കുകയാണ് ചെയ്തത്. ഒപ്പം തന്നെ രാഹുൽ ഗാന്ധിക്ക് മറുപടിയായിക്കൊണ്ട് സവർക്കർക്കെതിരായ വിമർശനത്തിൽ അതിന് മറുപടിയായി ശിവസേന അംഗം ശ്രീനാഥ് ഷിൻഡെ ഈ വിഷയത്തിൽ ഇന്ദിരാഗാന്ധി നേരത്തെ സവർക്കറെ പ്രകീർത്തിച്ചുള്ള വാചകം ഉദ്ധരിച്ചു. അതിന് മറുപടിയും രാഹുൽ ഗാന്ധി പറയുകയായിരുന്നു. ആ ഘട്ടത്തിൽ തന്നോട് ഇന്ദിരാഗാന്ധി തന്നെ പറഞ്ഞിട്ടുണ്ട് സവർക്കർ ബ്രിട്ടീഷുകാരുമായി വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട് എന്നാണ് രാഹുൽ ഗാന്ധി മറുപടി പറഞ്ഞത്. ഈ ചർച്ചകൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടി പറയും. വൈകിട്ട് 5:45 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ചയിൽ മറുപടി